ആളുകൾക്ക് വലിയ കൗതുകമുള്ള ഒരു സ്ഥലമാണ്. കാരണം അങ്ങനെ അധികം വീഡിയോ ഒന്നും ഇവിടെ നിന്ന് വന്നിട്ടില്ല. ഇതിൻ്റെ പ്രൊഡക്ഷൻ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് പലർക്കും അറിയില്ല. ഉപഭോക്താക്കളൊക്കെ ധാരാളമുണ്ട്, പക്ഷെ ആരും കണ്ടിട്ടില്ല. ഇതെന്താണ് ഇതിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ ചരിത്രം, ഇവിടുത്തെ പ്രവർത്തനം? ഇതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇത് 1937 നമ്മുടെ ഈ കമ്പനി തുടങ്ങുന്നത്. 37 തുടങ്ങിയപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഷുഗർ ഡിവിഷനായിരുന്നു, അതായത് പഞ്ചസാര നിർമ്മാണമായിരുന്നു ഈ കമ്പനിയിൽ ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. 37 പഞ്ചസാര ഡിവിഷൻ തുടങ്ങി 1954 നമ്മൾ ആദ്യമായിട്ട് ജവാൻ നിർമ്മിക്കുന്നത്. ഈ ജവാൻ നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ജവാൻ നിർമ്മിച്ച് തുടങ്ങിയത്. അതായത് നമ്മൾ പഞ്ചസാരയിൽ നിന്ന് മിച്ചം വരുന്ന മൊളാസസ്, ഒരു ഡിസ്റ്റിലറി നമ്മൾ മൊളാസസിൽ നിന്ന് ഡിസ്റ്റിൽ ചെയ്ത് എണ്ണ ഉണ്ടാക്കി അതിൽ നിന്ന് ജവാൻ നിർമ്മിക്കുകയും അത് നമ്മൾ മിലിറ്ററിക്ക് വേണ്ടി കൊടുക്കുകയാണ് ആദ്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കരിമ്പിൻ്റെ നമ്മൾ കുറഞ്ഞു വന്നപ്പോൾ ആ ഷുഗർ ഡിവിഷൻ അങ്ങ് നിർത്തിപ്പോവുകയും 96 വരെ ഏകദേശം നമ്മൾ ഇവിടുന്ന് ചാരായം കൊടുക്കാൻ തുടങ്ങി. 96 ഗവൺമെൻറ് ചാരായം നിർത്തിയതിന് ശേഷം നമ്മൾ പുറത്തു നിന്ന് വരുത്തുകയും നമ്മൾ ബ്ലെൻഡ് ചെയ്ത് IMF-ലാക്കി മാറ്റുകയും ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ എത്ര കേസാണ് നമ്മുടെ ഉൽപ്പാദനം? നമുക്കിപ്പം 15,000 കേസ് ഉൽപ്പാദിപ്പിക്കാനുള്ള സംഭരണ ശേഷിയുണ്ട്. അപ്പം നമ്മൾ കമ്പനിക്ക് കുറച്ച് റിനോവേഷൻ വർക്കുകളുണ്ട്, ഗോഡൗണിൻ്റെ കപ്പാസിറ്റി അങ്ങനെയുള്ള കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൂട്ടിയ ശേഷം മാത്രമേ നമുക്ക് 15,000 കേസ് തൊട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ ആവറേജ് പെർ ഡേ ഏകദേശം ഒരു 12,000 കേസ് വരെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചു വരുന്നു. നമ്മൾ വരുമ്പോഴത്തേക്കും ഈ ലിറ്ററാണ് സാധാരണ ജവാന്റെ ലിറ്റർ 640 രൂപയ്ക്ക് തുച്ഛമായ വിലക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അടുത്ത് തന്നെ ഒരാഴ്ച മുമ്പ് നമ്മൾ 750 പ്രൊഡക്ഷനും ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് 6 ലൈനാണ് മൊത്തം നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ 6 ലൈന് 2 ലൈൻ നമ്മൾ 1000 ml നിന്ന് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഇപ്പം 750 ml ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. കസ്റ്റമേഴ്സിന് 490 രൂപയ്ക്ക് 750 ml ഇപ്പം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്.